മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. 1995 പുറത്തിറങ്ങിയ സാക്ഷ്യമാണ് മഞ്ജു വാര്യരുടെ ആദ്യ ചിത്രമെങ്കിലും സല്ലാപത്തിലൂടെയാണ് നായികയായി അരങ്ങേറുന്നത്. ലോഹിതദാസ് ആണ് മഞ്ജു വാര്യരെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ. സാഗരം എന്ന പേരിൽ ലോഹിതദാസ് തിരക്കഥ എഴുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോസ് തോമസ് ആയിരുന്നു. ലോഹിതദാസ് ലൊക്കേഷനിലേക്ക് കുറെ മാഗസീനുകൾ വരുത്താറുണ്ട്. സാഗരം എന്ന ലൊക്കേഷനിൽ വെച്ച് ഏതോ ഒരു മാഗസീനിലെ മുഖചിത്രം മഞ്ജു വാര്യരുടേതായിരുന്നു. വളരെ നല്ല തിളക്കത്തോടെ കൂടിയ ഒരു ചിത്രം. സല്ലാപമൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത സമയമായിരുന്നു അത്. എങ്കിലും ആ ചിത്രം നോക്കിയിട്ട് ഇതെന്റെ ഒരു നായികയാകാൻ സാധ്യതയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ലോഹിതദാസ് വളരെ സ്വാഭാവികമായ രീതിയിൽ പറഞ്ഞുപോയി. പിന്നാലെ നടന്നത് ചരിത്രം തന്നെയാണ്. ലോഹിതദാസ് എന്ന വ്യക്തി തന്നെ അഭിനയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് മഞ്ജു വാര്യർ തന്നെ നേരത്തെ പലവട്ടം വ്യക്തമാക്കിയിരുന്നു. സല്ലാപത്തിലേക്ക് ആദ്യം നിശ്ചയിച്ചിരുന്നത് ആനിയെ ആയിരുന്നെങ്കിലും പിന്നീട് അത് മഞ്ജു വാര്യരിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് സല്ലാപത്തിന്റെ ആലോചന സമയത്ത് ഇത് ഓർത്തെടുത്ത് മഞ്ജു വാര്യരുടെ കണ്ണൂരിലെ വീട്ടിലേക്ക് ലോഹിതദാസ് അടക്കമുള്ളവർ എത്തുകയായിരുന്നു. സല്ലാപത്തിന്റെ ഷൂട്ടിനിടയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, മഞ്ജു ഒരു നേർച്ചക്കോഴിയാണെന്ന്. അന്ന് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. എന്നെ കളിയാക്കിയതാണോ എന്ന് പോലും വിചാരിച്ചു. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥവും വ്യാപ്തിയും എനിക്ക് മനസ്സിലായതെന്നാണ് മഞ്ജു വാര്യർ കൂട്ടിച്ചേർക്കുന്നത്. എന്നെപ്പോലെ ഒരു പുതുമുഖ നടിക്ക് അതെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സഹായമായിട്ടുണ്ട്. സല്ലാപം, തൂവൽ കൊട്ടാരം, കന്മദം എന്നിങ്ങനെ ലോഹിത് സാറിന്റെ 3 കഥാപാത്രങ്ങളാണ് എനിക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത്. ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നവരെല്ലാം ഒരു വ്യത്യാസവും ഇല്ലാതെ എടുത്തു പറയുന്ന കഥാപാത്രം കന്മദത്തിലെ ഭാനുവാണെന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട്.